എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ 9th യൂണിറ്റായ മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്നുള്ള പാഠഭാഗത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അടുത്തായി പേജ് നമ്പർ 137. Haven't you got familiarized with the different types of maps? Each of them has illustrated special geographical features. Do you know why we use different maps for representing different geographical features? Observe the maps given below. അതായത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള മാപ്പുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞു. അവ ഓരോന്നിനും നമ്മുടെ ഈ ഭൂമിയിലെ ഓരോ പ്രത്യേകതകളെയും ചിത്രീകരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ പ്രത്യേകതകൾക്കും വേണ്ടിയിട്ടുള്ള മാപ്പുകളാണ്. അങ്ങനെ എന്തിനാണ് പലതരത്തിലുള്ള മാപ്പുകൾ നമ്മൾ നിർമ്മിക്കുന്നത്? ഓരോ ആവശ്യങ്ങൾക്കും ഓരോ മാപ്പുകൾ എന്തിനാണ് നിർമ്മിക്കുന്നത്? നമുക്ക് താഴെ തന്നിരിക്കുന്ന 2 മാപ്പുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ മാപ്പ് എന്ന് പറയുന്നത് ഒരു സോയിൽ മാപ്പാണ്. രണ്ടാമത്തെ മാപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പാണ്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഡിസ്ട്രിബ്യൂഷൻസ് ഇൻ ഇന്ത്യ ആർ ഇല്ലസ്ട്രേറ്റഡ് ഓൺ ദ ഫസ്റ്റ് മാപ്പ്. അതായത് ആദ്യത്തെ മാപ്പിൽ ഇന്ത്യയിലെ പലതരത്തിലുള്ള മണ്ണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് ഓരോ ഭാഗത്തും ഏതെല്ലാം തരത്തിലുള്ള മണ്ണുകളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാപ്പാണ്. Whereas the different types of natural vegetations are shown in the second. അതായത് ഇന്ത്യയിലെ പലതരത്തിലുള്ള നൈസർഗിക സസ്യജാലങ്ങൾ, അതാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള നാച്ചുറൽ വെജിറ്റേഷനുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാപ്പാണ് രണ്ടാമത്തേത്. ഇമാജിൻ ദാറ്റ് ദ ഇൻഫർമേഷൻ ഗിവൺ ഓൺ ദീസ് 2 maps ഈസ് ഡെപിക്റ്റഡ് ഓൺ ദ സെയിം മാപ്പ്. അതായത് ഈ 2 മാപ്പിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു മാപ്പിലൊന്ന് ഉൾപ്പെടുത്തി നോക്കുക, അല്ലെങ്കിൽ ഒരു മാപ്പിലൊന്ന് ഉൾപ്പെടുത്തുന്നതായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇഫ് സോ വാട്ട് വിൽ ഹാപ്പൻ? അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇൻ ദ ഇൻഫർമേഷൻ ഓൺ ബോത്ത് ദ മാപ്സ് വെൻ ബോത്ത് ടുഗദർ വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ. അതായത് ഇത് രണ്ടും കൂടി ഒരു മാപ്പിലേക്ക്, അതായത് മണ്ണിൻ്റെതും ഈ പറഞ്ഞതുപോലെ നാച്ചുറൽ വെജിറ്റേഷനും കൂടെ ഒരു മാപ്പിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താകും? കൺഫ്യൂഷൻ ആകും. മേക്കിംഗ് ഡേറ്റ കളക്ഷൻ കോംപ്ലക്സ്, അതായത് നമുക്ക് അതിൽ നിന്ന് ഡേറ്റ എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് വരും. That is why major geographical features are depicted on different maps. ഇതുകൊണ്ടാണ് ഓരോ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സും ഓരോ മാപ്പുകളിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലായല്ലോ. സോയിൽ മാപ്പ് എന്ന് പറയുന്നത് മണ്ണിനെ പറ്റിയുള്ള വിവരങ്ങൾ മാത്രം ലഭിക്കുമ്പോൾ നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് മാപ്പ് ആണെങ്കിൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് ആണെങ്കിൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ, അങ്ങനെ ഓരോ വിവരങ്ങൾക്കും ഓരോ മാപ്പുകളാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, എല്ലാ വിവരങ്ങളും കൂടി ഒരു മാപ്പിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മാപ്പുകൾ നിർമ്മിക്കുന്നുണ്ട്. The maps that thus focus on a particular topic or specific theme are called thematic map. ഇങ്ങനെ ഓരോ തീമിന് വേണ്ടി അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി നിർമ്മിക്കുന്ന മാപ്പുകളെയാണ് നമ്മൾ തിമാറ്റിക് മാപ്പ് എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ദ മാപ്സ് ദാറ്റ് ദസ് ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക്, ഒരു പ്രത്യേക ടോപ്പിക്കിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള, ഓർ സ്പെസിഫിക് തീം അല്ലെങ്കിൽ ഒരു പ്രത്യേക തീമിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള മാപ്പുകളെയാണ് എന്ത് പറയുന്നത്? തിമാറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കവിടെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ദ മാപ്സ് ദാറ്റ് ദസ് ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക് ഓർ സ്പെസിഫിക് തീം ആർ കോൾഡ് തിമാറ്റിക് മാപ്പ്. എക്സാമ്പിൾ സോയിൽ മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, പിന്നെ നമുക്ക് ക്ലൈമറ്റ് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, അങ്ങനെ ഒരുപാട് മാപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. എക്സാമിൻ ആൻ അറ്റ്ലസ് ആൻഡ് ഫൈൻഡ് ഔട്ട് സച്ച് ടൈപ്സ് ഓഫ് മാപ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നിങ്ങൾ അറ്റ്ലസ് നോക്കിയിട്ട് ഇതുപോലെയുള്ള മറ്റ് മാപ്പുകളെ പറ്റി, അതായത് തിമാറ്റിക് മാപ്പുകളെ കണ്ടെത്തുക, അതിൻ്റെ ഉപയോഗം എന്താണെന്നും കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുകയാണ്. മാപ്പുകളെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവയുടെ പർപ്പസ് അനുസരിച്ച്, അവയുടെ ജോലി അനുസരിച്ച്, അല്ലെങ്കിൽ അവയുടെ ഉപയോഗം അനുസരിച്ച്. ഒന്നാമത്തേത് ദ ഫങ്ഷൻ ഓഫ് ദ മാപ്പ്, അതായത് മാപ്പിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് തിരിച്ചിട്ടുണ്ട്. അടുത്തത് ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്, മാപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്കെയിൽ അനുസരിച്ചും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ അനുസരിച്ച് മാപ്പുകളെ തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫങ്ഷൻസ് ഓഫ് ദ മാപ്പിനെ തന്നെ നമ്മൾ 2ആയിട്ട് വീണ്ടും തിരിച്ചായിരുന്നു. ഏതാണ്? ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും. ആ കാര്യങ്ങൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ സ്കെയിൽ ഓൺ വിച്ച് ദ മാപ്സ് ആർ യൂസ്ഡ്, അതായത് മാപ്പിനെ സ്കെയിൽ ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Let's see how we can classify maps on the basis of the scale of the map. All maps are constructed based on a fixed scale or a measurement. What is the scale for making maps? Draw the sketch of your classroom in a notebook. Are the sketches drawn by all of you similar? Haven't you understood that it is not?
വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ സോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു പ്രിപ്പയർഡ് ദ സ്കെച്ച് നോട്ട് ബേസ്ഡ് ഓൺ എ ഫിക്സഡ് സ്കെയിൽ ഓർ മെഷർമെൻറ്റ്. അതായത് നമ്മൾ ഒരു ഭൂപടം തയ്യാറാക്കുമ്പോൾ എന്താണ്, അതിനൊരു അളവുണ്ട്. ഒരു മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ തയ്യാറാക്കുന്നത്. എല്ലാ ഭൂപടങ്ങൾക്കും എല്ലാ മാപ്പുകൾക്കും എന്തുണ്ട്, ഒരു സ്കെയിലുണ്ട്. എന്തിനാണ് ഇങ്ങനെ സ്കെയിലുകൾ ഉള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ മെഷർമെൻറ്റ് നമ്മുടെ മാപ്പിലുള്ളത്? നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു മാപ്പ് ബുക്കിലൊന്ന് വരച്ചു നോക്കുക. അങ്ങനെ ഓരോരുത്തരും വരയ്ക്കുന്ന മാപ്പുകൾ ഒരുപോലെയാണോ? ചിലപ്പോൾ കാണാൻ ഒരുപോലെ ആയിരിക്കും, പക്ഷേ എന്താണ്, അതിനകത്തുള്ള അളവ് വ്യത്യാസമായിരിക്കും. ചിലർ വരയ്ക്കുന്നത് വലുതായിട്ടായിരിക്കും, ചിലർ തീരെ ചെറുതായിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ അളവിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ വരയ്ക്കാൻ കഴിയുന്ന ഒരു മാപ്പ് നിർമ്മിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കതിനൊരു സ്കെയിൽ വേണം, അല്ലെങ്കിൽ അതിനൊരു മെഷർമെൻറ്റ് വേണം, ഒരു അളവ് വേണം. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ ദ സ്കെച്ച് ഓഫ് യുവർ ക്ലാസ് റൂം വിത്ത് ആക്യുറേറ്റ് മെഷർമെൻറ്റ്? അതായത് ഒരു കൃത്യമായ അളവിൽ, അതായത് നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ അതേ അളവിൽ, കൃത്യമായ അതേ അളവിൽ നിങ്ങൾക്ക് ഒരു മാപ്പ് വരയ്ക്കാൻ പറ്റുമോ? ക്ലാസ് റൂം വരയ്ക്കാൻ പറ്റുമോ? അങ്ങനെ വരയ്ക്കാൻ സാധിക്കത്തില്ല. സർട്ടൻലി നോട്ട്, ബിക്കോസ് ടു ഡ്രോ ദ ആക്യുറേറ്റ് സ്കെച്ച് ഓഫ് ആൻ ഏരിയ ഓഫ് അവർ ക്ലാസ് റൂം വി നീഡ് ടു ഹാവ് എ പേപ്പർ ഓർ നോട്ട്ബുക്ക് ഓൺ ദ സെയിം സൈസ് ഓഫ് ദ ക്ലാസ് റൂം. നമുക്കൊരു ക്ലാസ് റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള മാപ്പ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്കെച്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വലുപ്പത്തിലുള്ള പേപ്പറോ നോട്ട്ബുക്കോ നമുക്ക് വേണം. അത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു പേപ്പറിലോ നോട്ട്ബുക്കിലോ അത് വരയ്ക്കാൻ സാധിക്കത്തില്ല. അടുത്ത പേജ് നോക്കാം, പേജ് നമ്പർ 138. വാട്ട് ഇഫ് വി കൺസിഡർ എ റീജിയൻ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വലിയ റീജിയനെ പറ്റി, ഒരു വലിയ ഭൂപ്രതിയെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇഫ് യു വാണ്ട് ടു ഡ്രോ എ മാപ്പ് ഓഫ് എ റീജിയൻ വിത്ത് ആക്യുറേറ്റ് മെഷർമെൻറ്റ് വി നീഡ് ടു ഹാവ് എ പേപ്പർ ഓർ സർഫസ് വിത്ത് ദ സെയിം മെഷർമെൻറ്റ്. നമുക്കൊരു പ്രദേശത്തെ പറ്റി, ഒരു വലിയ, ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ പറ്റിയൊക്കെയുള്ള, പഞ്ചായത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു സ്കെച്ച് നമുക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ അതേ അളവിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെ തയ്യാറാക്കണമെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ അത്രയും വലുപ്പമുള്ള പേപ്പറോ ബുക്കോ ഒക്കെ വേണം. അത് നമുക്ക് സാധ്യമല്ല. ഇസ് ഇറ്റ് പോസിബിൾ? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സാധ്യമാണോ? സാധ്യമല്ല. ദെൻ ഹൗ ക്യാൻ വി മേക്ക് എ മാപ്പ് ഓർ എ സ്കെച്ച് വിത്ത് ആക്യുറേറ്റ് മെഷർമെൻറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൃത്യമായ അളവിൽ നമുക്കൊരു മാപ്പ് എങ്ങനെ വരയ്ക്കാൻ സാധിക്കും? അവിടെയാണ് ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് വി യൂസ് എ സ്കെയിൽ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് മാപ്പ് വരയ്ക്കുന്നതെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ലെറ്റ്സ് പ്രിപ്പയർ ദ സ്കെച്ച് ഓഫ് ദ ക്ലാസ് റൂം ബേസ്ഡ് ഓൺ എ സ്കെയിൽ. നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അളവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്ലാസ് റൂം എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഇമാജിൻ ദാറ്റ് ദ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് യുവർ ക്ലാസ് റൂം ഈസ് 5 മീറ്റർ ആൻഡ് 10 മീറ്റർ റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ വീതി എന്ന് പറയുന്നത് 5 മീറ്ററും അതിൻ്റെ നീളം എന്ന് പറയുന്നത് 10 മീറ്ററുമാണെന്ന് നമ്മളങ്ങ് ഇമാജിൻ ചെയ്യുക, നമ്മൾ സങ്കല്പിക്കുക. സപ്പോസ് വി ടേക്ക് 1 മീറ്റർ ഓഫ് ദ ക്ലാസ് ആസ് 1 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ അവർ നോട്ട്ബുക്ക്. അതായത് 1 മീറ്ററിനെ 1 സെൻറ്റിമീറ്റർ ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ബുക്കിൽ വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ 5 മീറ്റർ നമുക്ക് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5 സെൻറ്റിമീറ്റർ വരച്ചാൽ മതി. സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ വരച്ചാൽ മതി. അപ്പോൾ 10 മീറ്റർ ആണെങ്കിൽ നമുക്ക് എത്ര വരയ്ക്കണം? 10 സെൻറ്റിമീറ്റർ വരയ്ക്കണം. അപ്പോൾ നമ്മൾ 5 മീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റി? 5 സെൻറ്റിമീറ്റർ ആക്കി മാറ്റി. 1 മീറ്ററിനെ 1 സെൻറ്റിമീറ്റർ ആയിട്ട് കുറച്ചു. അങ്ങനെ നമ്മളൊക്കെ വരയ്ക്കുക. If so, can we draw a rectangle that measures 5 centimeter of breadth and 10 centimeter of length? അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ, അതായത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ വീതി 5 മീറ്ററും നീളം 10 മീറ്ററുമാണ്. അപ്പോൾ നമ്മൾ ആ 5 മീറ്ററിനെ നമ്മൾ 5 സെൻറ്റിമീറ്റർ ആക്കിയിട്ടും 10 മീറ്ററിനെ നമ്മൾ 10 സെൻറ്റിമീറ്റർ ആയിട്ടും വരയ്ക്കുമ്പോൾ നമ്മുടെ ക്ലാസ് റൂം നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്നത് എത്രയാണ്? അതിൻ്റെ വീതി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും നീളം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. അങ്ങനെ ഒരു റെക്റ്റാങ്കിളായിട്ട്, ഒരു ചതുരമായിട്ട് നമുക്കതിനെ വരയ്ക്കാൻ പറ്റും. Similarly, measure the length and width of the benches and tables and draw them in your notebook as 1 meter of the classroom is equal to 1 centimeter in the sketch. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം വരച്ചതുപോലെ തന്നെ ഇനിയും ബെഞ്ചുകളെയും ഡെസ്കുകളെയും അളന്ന് നോക്കുക. അത് എത്ര മീറ്റർ ഉണ്ട് എന്ന് നോക്കിയിട്ട് അത്രയും മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബുക്കിലേക്ക് വരയ്ക്കുക. ഇങ്ങനെ എല്ലാവരും വരയ്ക്കുമ്പോൾ എല്ലാവരുടെയും മാപ്പ് എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്കെച്ചസ് ഓഫ് ഓൾ ഓഫ് യു വിൽ ബി
ലൈക്ക് ഇഫ് യു ഫൈൻഡ് ആൻഡ് മാർക്ക് ദ നോർത്ത് ഡയറക്ഷൻ ബിഫോർ ഡ്രോയിങ്. അതായത് എല്ലാവരും ഒരുപോലെ ഇതേ അളവിൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള അളവിൽ 1 മീറ്ററിന് പകരം 1 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സ്കെച്ച് ഒരുപോലെ ഇരിക്കും. അതുപോലെ എന്ത് വേണം, നോർത്ത് ഡയറക്ഷൻ ആദ്യം തന്നെ മാർക്ക് ചെയ്യും വേണം. അതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, മാപ്പ് എങ്ങനെയാണ് നോർത്ത് ഡയറക്ഷൻ ഒക്കെ മാർക്ക് ചെയ്യുന്നത്. ദെൻ റൈറ്റ് ബിലോ ദ സ്കെച്ച് ദാറ്റ് 1 സെൻറ്റിമീറ്റർ ഓഫ് ദ സ്കെച്ച് റെപ്രസെൻറ്റ്സ് 1 മീറ്റർ ഓഫ് ദ ക്ലാസ് റൂം, 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. അതായത് ഇത് വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെ സ്കെയിൽ എന്ന് എഴുതിയിട്ട് അവിടോട്ട് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ എന്ന് എഴുതി വെക്കണം. അതായത് നമ്മളിത് വരച്ചത് 1 സെൻറ്റിമീറ്റർ 1 മീറ്റർ എന്നുള്ള കണക്കിലാണ് എന്ന് മറ്റൊരാൾ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനാണ്. ദിസ് ഈസ് ദ സ്കെയിൽ ഓഫ് ദ സ്കെച്ച്. ഇതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ അളവിലുള്ള മാപ്പിനെ അല്ലെങ്കിൽ വലിയ അളവിലുള്ള ഒരു പ്രദേശത്തിനെ ചെറിയ അളവിലേക്ക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കിയെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ വലുതായിട്ട് വലിയ ഭാഗത്തിനെ ചെറുതായിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് കിലോമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കി മാറ്റാം. അങ്ങനെ നമുക്ക് അളവിനെ മാറ്റി കൊണ്ടുവന്നിട്ട് നമുക്ക് ചെറിയ രീതിയിലായിട്ട് വരയ്ക്കാൻ പറ്റും. ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലാസ് റൂം ആൻഡ് ദ സ്കെച്ച് ഈസ് ദ സ്കെയിൽ ദാറ്റ് വി യൂസ്ഡ് ടു ഡ്രോ ദ സ്കെച്ച്. അതായത് ക്ലാസ് മുറിയിലെ അകലവും നമ്മുടെ മാപ്പിലെ അകലവും തമ്മിലുള്ള അതിൻ്റെ റേഷ്യോ അനുപാതമാണ് നമ്മൾ വരച്ചിരിക്കുന്ന ഈ മാപ്പിൻ്റെ അല്ലെങ്കിൽ ഈ സ്കെച്ചിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ക്ലാസ് റൂമോ നിങ്ങളുടെ വീടോ ഒക്കെ നിങ്ങൾ ഇതുപോലെ അളവെടുത്ത് ഒന്ന് കൃത്യമായിട്ട് വരച്ചു നോക്കുക. ദിസ് ഈസ് ഹൗ മാപ്സ് ആർ പ്രിപ്പയർഡ് യൂസിങ് സ്കെയിൽസ്. അപ്പോൾ ഇങ്ങനെയാണ് മാപ്പുകൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ദ എർത്ത് ആൻഡ് ദ ഡിസ്റ്റൻസ് മാർക്ക്ഡ് ഓൺ ദ മാപ്സ് ഈസ് ദ സ്കെയിൽ ഓഫ് എ മാപ്പ്. അതായത് ഭൂമിയിലെ യഥാർത്ഥ അകലവും മാപ്പിലെ അകലവും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെയിൽ ഓഫ് എ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ എർത്ത് ആൻഡ് ദ ഡിസ്റ്റൻസ് മാർക്ക്ഡ് ഓൺ ദ മാപ്സ് ഈസ് ദ സ്കെയിൽ ഓഫ് എ മാപ്പ്. അപ്പോൾ മാപ്പിൻ്റെ സ്കെയിൽ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ദാറ്റ് ദ സ്കെയിൽ യൂസ്ഡ് ഇൻ എ മാപ്പ് ഈസ് 1 സെൻറ്റിമീറ്റർ ഫോർ 1 കിലോമീറ്റർ. വാട്ട് ഡസ് ദിസ് മീൻസ്? അതായത് എക്സാമ്പിളായിട്ട് ഒരു മാപ്പിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഫോർ 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്ററിന് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മാപ്പിലെ 1 സെൻറ്റിമീറ്റർ അകലം എന്ന് പറയുന്നത് എർത്തിലെ ഭൂമിയിലെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. The 1 centimeter distance on the map indicates 1 kilometer distance on the earth. അതായത് മാപ്പിലെ 1 സെൻറ്റിമീറ്റർ അകലം എന്ന് പറയുന്നത് എർത്തിലെ 1 കിലോമീറ്റർ ആണ്. If the length of the road is 10 centimeter on the map based on this scale, the actual length of the road will be 10 kilometer. അതായത് മാപ്പിലെ റോഡിൻ്റെ ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ റോഡിൻ്റെ എർത്തിലെ ദൂരം, ഭൂമിയിലെ ദൂരം എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. നൗ സേ ദ റോഡ് ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ഈസ് 23 സെൻറ്റിമീറ്റർ ഓൺ ദ മാപ്പ് ബേസ്ഡ് ഓൺ ദ സ്കെയിൽ ഗിവൺ എബോവ്. വാട്ട് വിൽ ബി ദ ആക്ച്വൽ ഡിസ്റ്റൻസ്? അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാപ്പിനകത്ത് 23 സെൻറ്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഡിസ്റ്റൻസ്, യഥാർത്ഥ ദൂരം എത്രയായിരിക്കും? അപ്പോൾ 23 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിലെ അളവ് എന്ന് പറയുന്നത് 23 കിലോമീറ്റർ ആയിരിക്കും. അടുത്തൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു, പേജ് നമ്പർ 139. ഒബ്സർവ് ദ മാപ്സ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ് ആൻഡ് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദെയർ സ്കെയിൽസ്. അതായത് നിങ്ങൾ സോഷ്യൽ സയൻസ് ലാബിൽ പോയിട്ട് ഇതുപോലെ മാപ്പുകൾ നോക്കിയിട്ട് അതിൻ്റെ സ്കെയിലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Observe the flowchart given below. Find out how maps are classified based on the scale. അപ്പോൾ മാപ്പുകളെ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നതെന്ന് താഴെ ഒരു ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നു. അത് നോക്കിയിട്ട് മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ നോക്കിയാട്ടെ, മാപ്പ്, ലാർജ് സ്കെയിൽ മാപ്സ്, സ്മോൾ സ്കെയിൽ മാപ്സ്. അതായത് മാപ്പുകളെ സ്കെയിൽ അനുസരിച്ച് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ലാർജ് സ്കെയിൽ മാപ്പ് എന്നും സ്മോൾ സ്കെയിൽ മാപ്പ് എന്നുള്ളൂ. ഇനി ലാർജ് സ്കെയിൽ മാപ്പ് എന്താണെന്ന് നോക്കാം. ഡെപിക്ട്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ സ്മോൾ ഏരിയ. അതായത് ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെയാണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളതിനെ നമ്മൾ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയും. അപ്പം ഒരു ചെറിയ പ്രദേശത്തെ, ഇപ്പോൾ നമ്മുടെ സ്കൂളാകുമ്പോൾ ഒരു ചെറിയ പ്രദേശമാണ്, അവിടുത്തെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയും. അടുത്തത് സ്മോൾ സ്കെയിൽ മാപ്പ് എന്താണെന്ന് പറയാം. ഡെപിക്ട്സ് ഓൺലി ലെസ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഏരിയ. അതായത്
ഒരു പ്രദേശത്തിനെ സംബന്ധിക്കുന്ന കേവലമായ കുറച്ച് വിവരങ്ങൾ മാത്രം ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കേരളത്തിൻ്റെ മാപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ മാപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത് പോലെ എല്ലാ വിവരങ്ങളും നമ്മൾ കേരളത്തിൻ്റെ മാപ്പിനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. കുറച്ച് വിവരങ്ങൾ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു വലിയ പ്രദേശത്തിൻ്റെ കുറച്ച് വിവരങ്ങൾ മാത്രം കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ മാപ്പ് ഉണ്ട്, സ്മോൾ സ്കെയിൽ മാപ്പ് ഉണ്ട്. അപ്പോൾ ലാർജ് സ്കെയിൽ മാപ്പ് ഒന്നുകൂടെ നോക്കാം. ഡെപിക്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ സ്മോൾ ഏരിയ. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ്, അതായത് ഭൂപ്രകൃതി മാപ്പും അതുപോലെ തന്നെ വില്ലേജ് മാപ്പ്. വില്ലേജ് മാപ്പ് അറിയാമല്ലോ, നമ്മുടെ വില്ലേജ് ഭൂപടം എന്ന് പറയും. അതിൻ്റെ സ്കെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 1/2 കിലോമീറ്റർ. അത് 1 സെൻറ്റിമീറ്ററിനെ 1/2 കിലോമീറ്റർ ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 1/4 കിലോമീറ്റർ. 1 സെൻറ്റിമീറ്ററിനെ നമുക്ക് 1/4 കിലോമീറ്റർ ആയിട്ടും വേണമെങ്കിൽ കാണിക്കാം. അടുത്തായിട്ട് സ്മോൾ സ്കെയിൽ മാപ്പ് ഒന്നുകൂടെ നോക്കാം. ഡെപിക്സ് ഓൺലി ലെസ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഏരിയ. ഒരു ഏരിയയിലെ കുറച്ച് വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്നതാണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വേൾഡ് മാപ്പ്. വേൾഡ് മാപ്പ് വെച്ചാൽ ലോക ഭൂപടം. ലോകത്തിലെ മുഴുവൻ വിവരങ്ങളും കൂടെ ഒരു ചെറിയ മാപ്പിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. മാപ്പ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാപ്പ്. അതുപോലെ തന്നെ മാപ്പ് ഓഫ് കേരള, കേരളത്തിൻ്റെ മാപ്പ്. അതിൻ്റെ സ്കെയിൽ നോക്കാം. 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 25 കിലോമീറ്റർ. 1 സെൻറ്റിമീറ്ററിന് അവിടെ 25 കിലോമീറ്റർ ആയിട്ട്, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 10 കിലോമീറ്റർ. 1 സെൻറ്റിമീറ്ററിന് 10 കിലോമീറ്റർ എന്നുള്ള അളവിലൊക്കെയാണ് സാധാരണ ഇവിടെ കാണിക്കാറുള്ളത്. അപ്പോൾ മാപ്പുകൾ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ലാർജ് സ്കെയിൽ മാപ്പും സ്മോൾ സ്കെയിൽ മാപ്പും. അടുത്തായിട്ടൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. അനലൈസ് ദ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ചാർട്ട് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജ് സ്കെയിൽ മാപ്പ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്പ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ട് എടുത്തിട്ട് അതിനകത്ത് ഈ ലാർജ് സ്കെയിൽ മാപ്പിൻ്റെയും സ്മോൾ സ്കെയിൽ മാപ്പിൻ്റെയും സവിശേഷതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 2 ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്കൊരു ഫ്ലോ ചാർട്ടിലേക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഫ്ലോ ചാർട്ട്? മാപ്സിനെ നമുക്ക് മെയിനായിട്ട് 2ആയിട്ട് തിരിക്കാം. ദ ഫങ്ഷൻസ് ഓഫ് ദ മാപ്പ്, ദ സ്കെയിൽ ഓൺ വിച്ച് ദ മാപ്സ് ആർ യൂസ്ഡ്. അതായത് മാപ്സിൻ്റെ ഫങ്ഷൻസ് വെച്ചിട്ടും സ്കെയിൽ വെച്ചിട്ടും മാപ്പിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ദ മാപ്പിനെ തന്നെ വീണ്ടും 2ആയിട്ട് തിരിക്കാം. ഫിസിക്കൽ മാപ്പ്, കൾച്ചറൽ മാപ്പ്. നമ്മൾ ഫിസിക്കൽ മാപ്പ് എന്താണെന്ന് നോക്കാം. മാപ്സ് ദാറ്റ് ഡെപിക്സ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ. ഒരു റീജിയനിലെ നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന മാപ്പിനെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഫിസിയോഗ്രാഫിക് മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, റിവർ മാപ്പ്. ഇനി കൾച്ചറൽ മാപ്പ് എന്താണെന്ന് നോക്കാം. മാപ്സ് ദാറ്റ് ഡെപിക്സ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. മാൻമെയ്ഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൾച്ചറൽ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തുന്നതാണ് കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പൊളിറ്റിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, എക്കണോമിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. അടുത്തത് ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ മെയ്ഡ് എന്നുള്ളത് 2ആയിട്ട് തിരിക്കാം. ലാർജ് സ്കെയിൽ മാപ്പ്, സ്മോൾ സ്കെയിൽ മാപ്പ്. ലാർജ് സ്കെയിൽ മാപ്പിനകത്ത് ഡെപിക്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ സ്മോൾ ഏരിയ. അതായത് ചെറിയ ഏരിയയിലെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഡെപിക്സ് ഓൺലി ലെസ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഏരിയ. ഒരു ഏരിയയിലെ കുറച്ച് വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്നതിനെ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയാം. ലാർജ് സ്കെയിൽ മാപ്പിൻ്റെ എക്സാമ്പിൾ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ്. സ്മോൾ സ്കെയിൽ മാപ്പിൻ്റെ എക്സാമ്പിൾ വേൾഡ് മാപ്പ്, മാപ്പ് ഓഫ് ഇന്ത്യ, മാപ്പ് ഓഫ് കേരള. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.